പ്രമാദമായ കൊലപാതക കേസുകളിലെ പ്രതി റിപ്പർ ജയാനന്ദൻ ജയിലിൽ വച്ചെഴുതിയ പുസ്തകം പുലരി വിരിയും മുമ്പേ പ്രകാശനം ചെയ്തു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് പ്രകാശനം നിർവഹിച്ചു. പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് 2 ദിവസത്തെ പരോൾ ലഭിച്ച ജയാനന്ദൻ കനത്ത പോലീസ് സുരക്ഷയിലാണ് കൊച്ചിയിലെത്തിയത്. കഴിഞ്ഞ 17 വർഷമായി തടവിൽ കഴിയുന്ന ജയാനന്ദൻ വിയൂർ അതിസുരക്ഷാ ജയിലിലാണുള്ളത്. അഭിഭാഷകയായ മകൾ കീർത്തി വഴി ഭാര്യ ഇന്ദിരയായിരുന്നു പരോളിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. ജയിലിലെ ഏകാന്തതയിൽ പുസ്തക വായനയിലേക്ക് തിരിഞ്ഞ ജയാനന്ദൻ പിന്നീട് എഴുത്തിന്റെ വഴിയിലേക്കും മാറുകയായിരുന്നു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പുലരി വിരിയും മുമ്പേയുടെ പ്രകാശനം റിട്ടയർഡ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് നിർവഹിച്ചു. ജയാനന്ദന്റെ മകൾ കീർത്തിയുടെ ഭർത്തൃപിതാവും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ കെ.പി. രാജഗോപാൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പോലീസിനൊപ്പം കോടതിയിലേക്കുള്ള യാത്രയിൽ കണ്ട കാഴ്ചയാണ് പുസ്തകം എഴുതാൻ പ്രചോദനമായതെന്ന് ജയാനന്ദൻ പറഞ്ഞു. ജീവിതാവസാനം വരെ എഴുതാനാണ് തീരുമാനം. പോലീസിൻ്റെ കൂടെ ഒരു യാത്രയിൽ, കോടതിയിലുള്ള യാത്രയിൽ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ട ഒരു സീനാണ് എനിക്ക് പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. ഒരു പ്രായമുള്ള വൃദ്ധൻ്റെ കൈ പിടിച്ച് ഒരു സ്ത്രീ നടന്നു പോണ കണ്ട്. അപ്പോൾ അവർ മാർത്തൊരു കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വധശിക്ഷയിലായിരുന്നു. അവർക്ക് കണ്ണ് കാണാത്ത ആളാണെന്ന് ഞാൻ തീരുമാനമായി. അപ്പോൾ ഈ കണ്ണ് അവർ കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കന്നുണ്ടായി. ഇപ്പോഴും ഫുള്ള് വായനയും എഴുത്തും അല്ലാതെ വേറെ പരിപാടി എനിക്കില്ല. ഇനി തുടർന്ന് എൻ്റെ ജീവിതാവസാനം വരെ എഴുതാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എഴുതിയ പുസ്തകങ്ങളെല്ലാം സമൂഹത്തിൽ നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ വിഹിതം കൊടുക്കാനാണ് എൻ്റെ ഇനിയുള്ള ജീവിതം. പാലക്കാട് വിളയൂർ ലോഗോസ് പബ്ലിക്കേഷൻസ് ആണ് പുസ്തക പ്രസാധകർ. ജയാനന്ദന്റെ ഭാര്യ ഇന്ദിര, പിതാവ് ദുദാച്ചൻ, മക്കളായ കീർത്തി, കാശി, കീർത്തിയുടെ ഭർത്താവ് അനിൽ എന്നിവരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. 5 കൊലപാതക കേസുകളിൽ പ്രതിയായ ജയാനന്ദനെ 3 കേസുകളിൽ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഒരു കേസിൽ വധശിക്ഷ അനുഭവിച്ചു വരികയാണ്. ജനം, കൊച്ചി.